തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ എങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. എങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ അവളുടെ മനസ്സ് നിറയെ അവളുടെ തന്നെ ക്ലാസ്സിലെ നല്ല സുന്ദരനും പോപ്പുലറുമായ അവളുടെ ക്രഷ് പയ്യനാണ്. ഇവൻ ഒരു ഐഡൽ ഗ്രൂപ്പിലെ അംഗമായതുകൊണ്ട് തന്നെ അവന് ഒരുപാട് ഫാൻ ഗേൾസ് ഉണ്ട്. ഇങ്ങനെ യങ് ആ പയ്യനെ സ്വപ്നം കണ്ടിരിക്കുന്ന സമയത്ത് യങ്ങിന്റെ കൂട്ടുകാരി അവളുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനെ പറ്റി പറയുമ്പോൾ യങ് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അവിടെ വെച്ച് തന്റെ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാം, ആള് നല്ല ചുള്ളനാണ്. അങ്ങനെ എന്തായാലും കൂട്ടുകാരി പറഞ്ഞിടത്തേക്ക് പോകാനായി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് യങ് ഒരുങ്ങി ഇറങ്ങുമ്പോൾ എങ്ങനെ കണ്ണിൽ കണ്ടുവിടാത്ത, ഇങ്ങനെ എപ്പോ കണ്ടാലും ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കാനായി വരുന്ന മായി എന്ന പെണ്ണും അവളുടെ കൂട്ടുകാരികളും എങ്ങനെ കളിയാക്കാനായി തുടങ്ങുന്നു. ദേഷ്യം വരുന്ന യങ് മായുടെ കഴുത്തിന് പിടിച്ച് തൂക്കി ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലും പിന്നീടാണ് മനസ്സിലായത് ഇതെല്ലാം യങ്ങിന്റെ ഉള്ളിൽ വന്ന വെറും വ്യാമോഹങ്ങളാണ്. അങ്ങനൊന്നും നടന്നതേ ഇല്ല. മായും കൂട്ടുകാരും കളിയാക്കിയിട്ട് അവരുടെ പാട്ടിനങ്ങ് പോയി. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് യങ്ങിന്റെ കൂട്ടുകാരി എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ അവളുടെ ഒരു ഫ്രണ്ടും വേറൊരു ഫ്രണ്ടുമായിട്ടിരുന്ന് വർത്താനം പറയുന്നതാണ്. അവിടേക്ക് യങ് വരുമ്പോൾ എങ്ങനെ പരിചയപ്പെടാനായി വന്ന ആ പയ്യൻ എങ്ങനെ കണ്ടപാടെ അവിടെ നിന്ന് നൈസായി ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് സ്കൂട്ടാവുകയാണ്. എങ്ങനെ വണ്ണമുണ്ടെന്ന് പറഞ്ഞ് അവന് യങ്ങിനോട് കമ്പനി കൂടാൻ താല്പര്യമില്ല. യങ് അങ്ങനെ ആകെ അപ്സെറ്റായി വീട്ടിലേക്ക് എത്തുന്നു. സത്യത്തിൽ യങ് കുറച്ച് ഓവർ വെയിറ്റ് ആണ്. അതിന് കാരണം അവളുടെ അമ്മയാണ്. ദേ കണ്ടില്ലേ, സ്വാദിഷ്ടമായ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമ്മ കഴിക്കാനായി വിളിക്കുമ്പോൾ യങ് എനിക്കെങ്ങും വേണ്ട, ഞാൻ ഡയറ്റിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ അമ്മ വിടാതെ പിന്നെ ഒരു ദിവസം ഫുഡ് കഴിച്ചെന്നോർത്ത് ഒന്നും വരാൻ പോകുന്നില്ല, വന്ന് കഴിക്കുന്ന നിർബന്ധിച്ച് അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നു. ആദ്യം ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും കഴിച്ച് തീരാറാകുമ്പോഴേക്കും എങ്ങനെ ഭാവം മറന്നു. അമ്മ ഒറ്റ ഒരാള് കാരണമാണ് ഞാൻ ഇങ്ങനെ വണ്ണം വെക്കുന്നത് എന്നെല്ലാം അവള് സങ്കടപ്പെട്ട് പറഞ്ഞ് റൂമിലേക്ക് കയറി പോകുന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല സ്ലിം ആയി ഇരിക്കണം എന്നതാണ്. എന്തായാലും അടുത്ത ദിവസം സ്കൂളിൽ ചെല്ലുന്ന യങ്ങിന് അവളുടെ ലോക്കറിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടുന്നു. അതിലൊരു കാർഡിൽ ഒരു അജ്ഞാത സന്ദേശം ഉണ്ടായിരുന്നു. നീ ഡയറ്റ് ഒന്നും ചെയ്ത് വണ്ണം കുറയ്ക്കണ്ട, നിന്നെ ഇങ്ങനെ കാണാനാണ് സുന്ദരി എന്ന് എഴുതിയിരിക്കുന്ന ആ കത്തിന്റെ അവസാനം എന്ന് സ്വന്തം ജെ എന്ന് എഴുതിയിട്ടുണ്ട്. ജെയോ ആരാണിത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു പയ്യനാണെന്ന് മനസ്സിലാക്കുന്ന അവൾ ജെ ആകാൻ സാധ്യതയുണ്ടെന്ന് അവൾക്ക് തോന്നുന്ന ഓരോരുത്തർ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നോക്കുമ്പോ അയ്യേ ഇവനായിരിക്കില്ല എന്നെല്ലാം തോന്നുന്നതല്ലാതെ ആരായിരിക്കും ജെ എന്ന ഒരു നിഗമനത്തിലെത്താനായി അവൾക്ക് സാധിക്കുന്നില്ല. അവളെങ്ങനെ കൂടുതൽ ആലോചിച്ച് കാട് കയറുണ്ടെന്ന് വിചാരിച്ച് ഒരു ആപ്പിൾ എടുത്ത് കടിക്കാനായി തുടങ്ങുന്ന സമയത്ത് ഇവരുടെ ക്ലാസ്സിലെയും സ്കൂളിലെയും ഒക്കെ ഏറ്റവും പോപ്പുലറായ പയ്യനെത്തി യങ്ങിനോട് നിന്റെ കൈ വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞു പോകുന്നു. അവൾ ആകെ അന്തം വിട്ടു പോവാണ്. കേട്ട കാര്യം വിശ്വസിക്കാൻ സാധിക്കാതെ അവൾ അവനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഇവരുടെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ പ്രൊപ്പോസ് ചെയ്യുന്ന സീൻ കണ്ട് ജിൻ അവിടെ ഇരുന്ന് കമന്റ് അടിക്കാണ്. പെൺകുട്ടികൾക്ക് ടെഡി ബിയറും പൂക്കളും ഒന്നും അല്ല ഇഷ്ടം, അവർക്ക് വല്ല പെർഫ്യൂമും ഗിഫ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് അവൻ നൈസായിട്ട് എങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങ് ഷോക്ക് ആവുന്നു. കാരണം മുന്നേ ഒരു ലെറ്റർ അവൾക്ക് ലോക്കറിൽ നിന്ന് കിട്ടിയിരുന്നല്ലോ, ആ കൂട്ടത്തിൽ ഒരു പെർഫ്യൂമും ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മോ, ഇവരാണോ അത് വെച്ചത്? ഇവനപ്പോ എന്നെ ഇഷ്ടമാണോ? ഇവൻ എത്ര പോപ്പുലർ ആയ പയ്യനാ, ഇവൻ നല്ല സുന്ദരി പെമ്പിള്ളാരെ കിട്ടുമല്ലോ, എന്നിട്ട് ഈ ഓവർ വെയിറ്റ് ഉള്ള എന്നോടാണോ അവൻ ഇഷ്ടം തോന്നിയതെന്ന് തുള്ളിച്ചാടി ഇവൾ അവനെ നോക്കുമ്പോ അവൻ മൈൻഡ് ചെയ്യാതെ എന്തോ വായിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾക്ക് അങ്ങനെ ആകാൻ സാധ്യതയില്ല, അതുകൊണ്ട് വെറുതെ കാട് കയറണ്ടെന്ന് കരുതി അവൾ അതങ്ങ് വിടുന്നു. പിന്നീട് മ്യൂസിക് ക്ലാസ് എത്തുമ്പോൾ വളരെ മനോഹരമായി തന്നെ ക്ലാസ്സിൽ യങ് ഗിറ്റാർ വായിക്കുന്നു. അവള് വായിക്കുന്നത് കേട്ട് ആ മായി ആകെ കുശുമ്പ് മൂത്തിരിക്കുകയാണ്. പക്ഷെ ഇവൾ മനോഹരമായി ഗിറ്റാർ പ്ലേ ചെയ്യുന്നത് ആ പോപ്പുലർ ഐഡൽ പയ്യനായ ചോയും വളരെയധികം ആസ്വദിക്കുന്നു. അതേപോലെ മറ്റേ സ്കൂൾ പോപ്പുലർ പയ്യനായ ജിന്നും ആസ്വദിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇവരുടെ PT പീരീഡിൽ ഗെയിമിന്റെ ഇടയിൽ മനഃപൂർവ്വം തന്നെ മായി യങ്ങിനെ ഹർട്ട് ചെയ്യാനായി നോക്കുമ്പോൾ യങ്ങിന് നേരെ മായി എറിഞ്ഞ ബോൾ ജിൻ തടുക്കാണ്. ജിൻ ഇങ്ങനെ തന്നോട് കെയറോട് കൂടി പെരുമാറുന്നത് കണ്ട് യങ് ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുന്ന ഗ്യാപ്പിന് മായി അടുത്ത എയർ യങ്ങിന് ഇട്ട് വെച്ചു കൊടുത്ത് അവള് ദേ കിടക്കുന്ന താഴെ. ആ ഒരു കിട്ടിയ എയറിൽ മൂക്കിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ഞിയൊക്കെ വെച്ച്, എന്നാലും അവളെ വെറുതെ വിടാൻ പാടില്ല, അവള് മനഃപൂർവ്വം എനിക്കിട്ട് എറിഞ്ഞതാണെന്നൊക്കെ സങ്കടപ്പെട്ട് യങ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ കാണുന്ന കാഴ്ച ചോയ് ഡെസ്കിൽ തല വെച്ചുറങ്ങുന്നതാണ്. അവന്റെ ആ ഉറക്കം കണ്ട് യങ് ആകെപ്പാടെ അത് തന്നെ നോക്കി നിൽക്കാണ്. എത്ര ക്യൂട്ടാണ്, കൊച്ചു പിള്ളേർ പോലെ ഇത്ര ക്യൂട്ടായിട്ട് കിടന്നുറങ്ങില്ല എന്നെല്ലാം മായി ചിന്തിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് അവനെ തൊടാൻ തോന്നുന്നു. അവൾ അങ്ങനെ കൈ നീട്ടി അവന്റെ കവിളിൽ തൊടാനായി പോകുന്ന സമയത്ത് അവൻ കണ്ണു തുറക്കുന്നു. പെട്ടെന്ന് അവൻ അവളെ കൈ പിടിച്ച് വലിച്ച് കർട്ടന്റെ പിറകിൽ ഒളിക്കാണ്. നോക്കുമ്പോൾ ഇവിടേക്ക് ഇവന്റെ കുറച്ച് ഫാൻ ഗേൾസ് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവനെ തന്റെ പിറകിൽ ഒളിപ്പിച്ച് യങ് ചോയ് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടികളെ പറഞ്ഞു വിടുന്നു. പെൺകുട്ടികൾ പോയ ശേഷം ചോയിയോട് യങ് നിങ്ങൾ വലിയ പോപ്പുലർ ആയതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നീയും പോപ്പുലർ ആകും,
ഞാൻ ഇപ്പോഴേ നിന്റെ ഫാനായി, നീ എത്ര മനോഹരമായിട്ടാണ് ഗിറ്റാർ വായിച്ചതെന്നെല്ലാം എങ്ങിനോട് പറയുന്നു. അങ്ങനെ പിന്നീട് ക്ലാസ് കഴിഞ്ഞ് പോകാനായി ഇറങ്ങുമ്പോൾ ചോയെ വീണ്ടും ഫാൻ ഗേൾസ് വളയാണ്. ഈ സമയത്ത് അവര് ചോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. ചോയ് തിരിച്ച് അവർക്ക് ഓട്ടോഗ്രാഫ് നൽകുന്നു. അവന്റെ ഓട്ടോഗ്രാഫിൽ അവൻ ജെ എന്ന ഇനീഷ്യലാണ് സൈൻ ചെയ്യുന്നത്. അപ്പോ ഇവൻ തന്നെ ആയിരിക്കുമോ എന്റെ ജെ? ആകാനും ചാൻസ് ഉണ്ട്, ഇനി ഇതൊരു യാദൃശികം മാത്രമാകാനും ചാൻസ് ഉണ്ട് എന്ന് അവള് ചിന്തിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ ഇവർക്ക് ഡാൻസ് പ്രോഗ്രാമിന് വേണ്ടി ടീം തിരിക്കുകയാണ്. ആ സമയത്ത് ഇവളുടെ ടീമിൽ മറ്റു 3 പേരും കൂടി വരുന്നു. ഒന്ന് മായി, രണ്ടാമത്തേത് ചോയ്, നാലാമത്തേത് ജിൻ. താൻ മിസ്റ്റർ ജെ എന്ന് കരുതി സസ്പെക്ട് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന 2 പേരും തന്റെ ടീമിൽ എത്തിയതിൽ എങ്ങനെ വളരെയധികം സന്തോഷം. ഡാൻസ് പ്രോഗ്രാമിന്റെ ഇടയിൽ എന്തായാലും മിസ്റ്റർ ജെയെ കണ്ടുപിടിക്കാമെന്നാണ് അവള് കരുതുന്നത്. പക്ഷെ മായ്ക്ക് എങ്ങ് തന്റെ ടീമിലുള്ളത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് ഫുഡ് കഴിക്കുകയാണ് കഫറ്റീരിയയിൽ ഇരുന്ന്. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ച് എങ്ങ് ഫുഡ് കഴിക്കുന്ന സമയത്താണ് സൈഡിൽ ഇരിക്കുന്ന ജിൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നത് അവള് ശ്രദ്ധിക്കുന്നത്. ഈ സമയത്ത് അവിടേക്ക് ചോയ് എത്തി ഇവളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതും അവൾക്ക് ആകെ ഷോക്കായിരുന്നു. നമ്മൾ ഒരേ ടീമല്ലേ, 2 ബോയ്സും 2 ഗേൾസും ഉണ്ട്, നമുക്ക് കപ്പിൾ ഡാൻസ് കളിച്ചാലോ, നമുക്ക് 2 പേർക്കും കപ്പിൾ ആകാമെന്നല്ല ചോയ് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല എന്ന് എങ്ങ് പറയുന്നു. എനിക്കും വലുതായിട്ട് അറിയില്ല എന്ന് പറഞ്ഞ് അവൻ ചുമ്മാ 2-3 സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പോൾ അത് കണ്ട് എങ്ങ് ചിരിക്കുന്നുണ്ടെങ്കിലും ഇത് തീരെ ഇഷ്ടപ്പെടാതെ അവിടെ പല്ല് കടിച്ചിരിക്കുകയാണ് ജിന്നും മായും. പിന്നീട് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എങ്ങ് മിസ്റ്റർ ജെ ചോയ് ആകാനാണ് ചാൻസ് എന്ന് പറയുന്നു. അത് കേൾക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് കാക്ക കോയിലിന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ മയിലിന് ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എങ്ങനെ കളിയാക്കാണ്. പക്ഷെ എങ്ങ് സാഹചര്യങ്ങൾ കൊണ്ട് തനിക്ക് അങ്ങനെയാ തോന്നുന്നത് എന്ന് തന്നെ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡാൻസ് പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് ചോയ് വളരെ മനോഹരമായി ഡാൻസ് ചെയ്ത് നിർത്തുന്നു. ഈ സമയത്ത് മായി നമുക്ക് 2 പേർക്കും ടീം ആകാമെന്ന് ചോയോട് ചോദിക്കുന്നു. ചോയ് പക്ഷെ അതിനൊരു മറുപടി കൊടുക്കുന്നേ ഇല്ല. പിന്നീട് ബ്രേക്ക് ടൈമിൽ ഫുഡ് കഴിക്കുകയായിരുന്ന എങ്ങിന്റെ അടുത്തേക്ക് ചോയ് പോകുന്നത് കണ്ട് മായി അവനെ തന്റെ അടുത്ത് വിളിച്ചിരുത്താനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ എങ്ങിന്റെ അടുത്ത് തന്നെയാണ് പോയിരിക്കുന്നത്. കൂടാതെ അവന്റെ ഫുഡ് എങ്ങിന് നൽകുകയും ചെയ്യുന്നു. എനിക്ക് വേണ്ട, ഒന്നാമത് വണ്ണം വെച്ചിരിക്കുക, ഇനി കുറച്ചുകൂടെ വണ്ണം വെക്കില്ല എന്നെല്ലാം അവൾ പറയുമ്പോൾ അതിനെന്താ ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞ് അവൻ അവളെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ്. ഇത് കാണുന്ന എങ്ങിന്റെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് വണ്ണമുള്ള പെൺകുട്ടികളെ ഇഷ്ടമാണോ എന്ന് തിരക്കുമ്പോൾ അങ്ങനെ വണ്ണമുള്ളത് ഇല്ലാത്തത് എന്നൊക്കെ നമ്മൾ എന്തിനാ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നെല്ലാം പറയുന്നു. എങ്ങ് വളരെ ഹാപ്പിയായി. പിന്നീട് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അവളെ തടഞ്ഞു നിർത്തി ജിൻ നമുക്ക് 2 പേർക്കും കപ്പിളായി ഡാൻസ് കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി തന്നോട് ചോദിച്ചപ്പോൾ താൻ സമ്മതിച്ചു പോയെന്ന് അവൾ പറയാണ്. ശരി എന്തായാലും നല്ല പെർഫ്യൂം എന്ന് പറഞ്ഞ് അവൾക്കൊരു ഹൈഫൈ കൊടുത്ത് ജിൻ അവിടെ നിന്ന് പോവാണ്. അവൾ പിന്നീട് ലോക്കറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവളുടെ ലോക്കറിന്റെ മുന്നിൽ നിന്ന് ചോയ് പോകുന്ന കാഴ്ച കണ്ട് അവൾ വേഗം തന്നെ ലോക്കർ തുറക്കുമ്പോൾ പ്രതീക്ഷ തെറ്റാതെ അകത്തൊരു കുറിപ്പുണ്ടായിരുന്നു. അതിൽ ക്ലാസ് കഴിഞ്ഞ് റൂഫിലേക്ക് വാ എന്ന് എഴുതിയിരിക്കുന്നത് വായിച്ച് അവൾ അപ്പോൾ ചോയ് തന്നെയാണ് തന്റെ മിസ്റ്റർ ജെ എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. അങ്ങനെ എന്തായാലും ക്ലാസ് കഴിഞ്ഞ് ഇവൾ റൂഫിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ മായി നിൽപ്പുണ്ടായിരുന്നു. മായി ഇവളെ കളിയാക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എത്തുന്ന ജിന്നിനെ കണ്ട് മായി അവിടെ നിന്ന് പോകുന്നു. ജിന്നിനെ ഇവിടെ കാണുമ്പോൾ ഇനി ഇവനാണോ ജെ എന്ന സംശയത്തിൽ എങ്ങ് നീയാണോ മിസ്റ്റർ ജെ എന്ന് ജിന്നിനോട് തിരക്കുമ്പോൾ അതെ ഞാനാണ് മിസ്റ്റർ ജെ എന്ന് പറഞ്ഞ് ജിൻ അവളുടെ കൈ പിടിച്ച് നിന്റെ കൈ വളരെ മനോഹരമാണെന്നൊക്കെ പറഞ്ഞ് കിസ് ചെയ്യാണ് കയ്യില്. അവൻ അവളുടെ കയ്യെ വല്ലാതെ വർണ്ണിക്കുമ്പോൾ ഇവന് തന്റെ കൈയോടാണ് ഇഷ്ടം, തന്നോട് ഒരു ഇഷ്ടവും ഇല്ല. കൂടാതെ ഇവനല്ല മിസ്റ്റർ ജെ എന്ന കാര്യം മനസ്സിലാക്കുന്ന യങ് അവനെ തള്ളിയിട്ട് താഴേക്ക് ഓടുന്ന സമയത്ത് അവൾ മറിഞ്ഞടിച്ച് വീഴുന്നു. അവൾ താഴെ വീണ് കിടക്കുന്നത് കണ്ട് കളിയാക്കാനായി കുട്ടികൾ ചുറ്റും കൂടുന്നതല്ലാതെ ആരും അവളെ ഒന്ന് പിടിച്ചെഴുന്നേൽക്കാൻ സഹായിക്കുന്നില്ല. ആ സമയത്ത് അവിടേക്ക് എത്തുന്ന ചോയ് അവളെ എടുത്ത് എഴുന്നേൽപ്പിക്കാമെന്ന് പറയുമ്പോൾ അവള് വേണ്ട റിസ്ക് എടുക്കണ്ട, അതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ അവൻ നിർബന്ധിച്ച് അവളെ എടുക്കാനായി നോക്കുന്നു. പക്ഷെ അവന് 1 ഇഞ്ച് അവളെ അനക്കാനായി പറ്റുന്നില്ല. കുട്ടികൾ ഇത് കണ്ട് കളിയാക്കുന്ന സമയത്ത് നടു ഒടിഞ്ഞിരിക്കുന്ന ചോയോട് ഞാൻ നിന്നെ എടുക്കാന്നും പറഞ്ഞു അവൾ അവനെ മുതുകിലെടുത്തു നടക്കാണ്. ഇത് കണ്ട് എല്ലാ കുട്ടികൾക്കും അസൂയ വരുന്നു. കാരണം ഇവനെ എടുക്കുക എന്നത് പോയിട്ട് ഇവന്റെ അടുത്ത് നിന്നൊന്ന് സംസാരിക്കാൻ പോലും എല്ലാവർക്കും പറ്റില്ലല്ലോ. മായി പോലും ഈ ഒരു കാഴ്ച കണ്ട് ആകെ അസൂയപ്പെട്ട് നിൽക്കാണ്. അന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി യങ് ബസ് സ്റ്റോപ്പിൽ എത്തുന്ന സമയത്ത് അവിടെ ട്രെയിനിങ്ങിന് പോകാനായി ബസ് കാത്തിരിക്കുകയായിരുന്നു ചോയ്. ശരി പിന്നെ കാണാമെന്നും പറഞ്ഞ് അവള് മുന്നോട്ട് പോകുമ്പോൾ മഴ ചാർന്നു. അയ്യോ കൊടയില്ലല്ലോ എന്നോർത്ത് അവള് തിരിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അവൾക്ക് ചോയ് കുട ചൂടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ സ്വാദിഷ്ടമായ സ്നാക്സ് ഉണ്ടാക്കുന്നത് കണ്ട് അത് കഴിക്കാമെന്ന് പറഞ്ഞ് ചോയെ നിർബന്ധിച്ച് യങ് കൊണ്ടുപോകുന്നു. ചോയ് വേണ്ട എനിക്ക് ട്രെയിനിങ് ഉള്ളതുകൊണ്ട് ഞാൻ ഡയറ്റിലാണെന്ന് പറയുമ്പോൾ അവളെ നിർബന്ധിച്ച് 1 പീസ് കഴിപ്പിക്കുന്നു. 1 പീസ് കഴിച്ച അവന് പിന്നീട് അത് കഴിക്കുന്നത് നിർത്താനേ സാധിച്ചില്ല. അന്ന് വളരെ ഹാപ്പിയായി
വീട്ടിലെത്തുന്ന അവള് കാണുന്ന കാഴ്ച ലോക്കറിൽ കത്തിന്റെയും പെർഫ്യൂമിന്റെയും കൂടെ മിസ്റ്റർ ജെ ഇവൾക്കായി വെച്ച ഒരു ലോലിപോപ്പ് അവളുടെ ചേട്ടൻ കഴിക്കുന്നതാണ്. എന്തിനാ ഇതെടുത്ത് കഴിച്ചത്? ഇതെന്റെ ജെ എനിക്ക് തന്നതാ, അത് കഴിക്കാൻ പാടില്ലായിരുന്നു എന്നെല്ലാം അവള് സങ്കടപ്പെടുമ്പോ ചേട്ടൻ ഒന്നാമത് നീ വണ്ണം വെച്ച് വീർത്തിരിക്കുക, അതിന്റെ കൂടെ ഇനി മധുരം കൂടി കഴിക്കേണ്ട കുറവേ ഉള്ളൂ എന്ന് അവളെ കളിയാക്കുമ്പോ മറ്റുള്ളവർ കളിയാക്കുന്നത് എനിക്ക് പിന്നെയും മനസ്സിലാകും. പക്ഷെ വീട്ടിലുള്ള നിങ്ങൾ തന്നെ എന്നെ ഇങ്ങനെയൊക്കെ കളിയാക്കുന്നത് എത്രമാത്രം സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന് അറിയാമോ എന്ന് വളരെയധികം സങ്കടത്തോടെ പറഞ്ഞു അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ചേട്ടന് അങ്ങനെ പറയണ്ടായിരുന്നു, അവൾക്ക് ഒരുപാട് സങ്കടമായെന്ന് തോന്നുന്നത്. ഇതേ സമയം ആകെ സങ്കടമായിരിക്കുന്ന അവളെ ചോയ് വന്ന് ആശ്വസിപ്പിക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ആകുന്നു. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം ഇവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനായി ഒരു സ്ഥലത്തെത്തുന്നു. മായി ആണെങ്കിൽ വളരെ ഗ്ലാമറസ് ആയി ഡ്രസ്സ് ധരിച്ചാണ് വന്നിരിക്കുന്നത്. മായി ചോയോട് നമുക്കൊന്നിച്ച് ഡാൻസ് കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാണ്. അങ്ങനെ ചോയും യങ്ങും ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നു, മായും ജിന്നും ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഡാൻസ് ചെയ്ത് ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കുന്ന യങ്ങിന്റെ അടുത്ത് വന്ന് ചോയും റെസ്റ്റ് എടുക്കുന്നതാണ്. ആ സമയത്ത് അവിടേക്ക് മായി എത്തുന്നു. അവളുടെ കയ്യിൽ ഡ്രിങ്ക്സും ഉണ്ട്, ഒരു ഗെയിമും ഉണ്ട്, ട്രൂത്ത് ഓർ ഡെയർ. ആ ഗെയിമിന്റെ ഇടയിൽ ചോയെ കൊണ്ട് ഡ്രിങ്ക്സ് അടിപ്പിച്ച് അവനെ ഫിറ്റാക്കി അവനെ വളച്ചെടുക്കാനായി മായി ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന യങ് ചോയ്ക്ക് പകരം ഡ്രിങ്ക്സ് അടിച്ചടിച്ച് അവൾ അങ്ങ് ഫിറ്റ് ആകുന്നു. അവൾ അങ്ങനെ മയങ്ങി പോവാണ്. അവള് പിന്നീട് കണ്ണ് തുറക്കുമ്പോ അടുത്ത് ജിന്നാണുള്ളത്. ചോയിയെയും മായയും കാണുന്നില്ല. പക്ഷെ അവര് സംസാരിക്കുന്ന ശബ്ദം കേട്ട് ഇവള് ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോ ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മായിയും ചോയും. മായി യങ്ങിന്റെ കൂടെ ഫുഡ് കഴിക്കുന്നതിനൊക്കെ പറ്റി കളിയാക്കി ചോയോട് ചോദിക്കുമ്പോ അത് പിന്നെ ഞാനിപ്പോ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഫുഡ് കൺട്രോളില്ല, അവളിങ്ങനെ വലിച്ചു വാരി തിന്നുന്നത് കാണുമ്പോ അവളെ പോലെ വീപ്പക്കുറ്റി ആയല്ലോ എന്ന് ഓർത്ത് ഞാനൊന്ന് ഫുഡിനോട് ഇങ്ങനൊരു നോ പറയും, അതുകൊണ്ടാണ് ഞാൻ അവളുടെ കൂടെ ഫുഡ് കഴിക്കാനിരിക്കുന്നതെന്ന് ചോയ് പറയുന്നു. ഇത് കേൾക്കുന്ന യങ്ങിന്റെ നെഞ്ച് തകരാണ്. ഇങ്ങനെ ചോയ്ക്ക് ഒരു മുഖമുണ്ടെന്ന കാര്യം ഇവൾക്ക് അറിയില്ലായിരുന്നു. ചോയ് തന്നെ വളരെയധികം സ്നേഹിക്കുന്നു എന്നാണ് യങ് കരുതിയിരുന്നത്. അവൾ ആകെപ്പാടെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതേ ടൈം മായി വീണ്ടും ചോയോട് വളരെ മോശമായി യങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ അവളെ പറ്റി ആദ്യം എനിക്ക് ഒരു കോമഡി ഫീൽ ആയിരുന്നു. പക്ഷെ അവളുമായി അടുത്തപ്പോൾ അവൾ ഞാൻ കരുതിയതുപോലെയല്ല, വളരെ നല്ല പെൺകുട്ടിയാണ്, വളരെ ചാമിങ് ആണ്, പോസിറ്റീവ് ആണ് എന്നെല്ലാം ചോയ് വളരെ കാര്യമായി യങ്ങിനെ പറ്റി മായിയോട് പറയുന്നു. അത് മായിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത ദിവസം സ്കൂളിലേക്ക് വളരെ സങ്കടത്തോടെ തന്നെയാണ് യങ് ചെല്ലുന്നത്. ഈ മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അവൾ ക്ലാസ്സിന്റെ അവിടെ എത്തുന്ന സമയത്ത് അകത്ത് മായി അവളുടെ കൂട്ടുകാരികളോട് ഒരു കാര്യം പറയുന്നത് കേൾക്കുന്നു. അത് മറ്റൊന്നുമല്ല, തന്റെ കയ്യിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, അത് താൻ ഒരു നോട്ട് എഴുതി വെച്ച് യങ്ങിന്റെ ലോക്കറിൽ കൊണ്ടുവച്ചു. യങ്ങിന്റെ സൗന്ദര്യം ബോധിച്ച് ഏതോ ഒരു പയ്യൻ അവൾക്ക് അത് ഗിഫ്റ്റ് കൊടുത്തതാണെന്ന് കരുതി അവൾ അന്ന് തൊട്ട് ഇല്ലാത്തൊരു പയ്യനെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറഞ്ഞ് മായി കളിയാക്കി ചിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന യങ്ങിന്റെ ടെമ്പർ വിട്ട് അവൾ വേഗം തന്നെ മായിയുടെ അടുത്ത് ചോദിക്കാനായി വരുമ്പോഴേക്കും മായി വീണ്ടും യങ്ങിനെ വണ്ണത്തെ പറ്റി പറഞ്ഞ് കളിയാക്കുന്നു. വണ്ണം വെച്ചിരിക്കുന്നത് ഇത്ര വലിയ രാജ്യദ്രോഹ കുറ്റമാണോ? ഞാൻ വണ്ണം വെച്ചിരിക്കുന്നതിന് നിനക്കെന്താ? നിനക്കതെന്തെങ്കിലും നഷ്ടമുള്ള കാര്യമാണോ? സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നും പറഞ്ഞ് വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് പോകുന്നു. മായി യങ്ങിന്റെ അടിയേറ്റ് താഴെ വീഴാണ്. യങ് വളരെ ഹാപ്പിയാണ് മായിക്കിട്ട് 2 എണ്ണം കൊടുക്കാൻ സാധിച്ചതിൽ. പക്ഷെ ഇത് കണ്ട മറ്റു കുട്ടികളൊക്കെ ഇവൾക്കെന്താ വട്ടായോ എന്ന രീതിയിൽ യങ്ങിനെ നോക്കുന്നു. എന്തായാലും സംഭവത്തിന്റെ പേരിൽ പ്രിൻസിപ്പളൊക്കെ ഇവളെ പിടിച്ച് നല്ല വഴക്ക് പറയുന്നു. ഇത്ര വണ്ണം വെച്ചിരിക്കുന്ന നീ ഇതുപോലെ സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കുന്ന ഒരു പെങ്കൊച്ചിനെ ഉപദ്രവിച്ചാൽ അവൾക്കത് താങ്ങാൻ സാധിക്കുമെന്നെല്ലാം പ്രിൻസിപ്പളും ഇങ്ങനെ വളരെ മ്ലേച്ഛമായി സംസാരിക്കുന്നത് കേട്ട് ഇങ്ങനെ വളരെ സങ്കടം വരുന്നു. അവള് വണ്ണം വെച്ചിരിക്കുന്നതിന്റെ പേരിൽ ആരുടെയൊക്കെ വായിരിക്കുന്നതാണ് താൻ കേൾക്കുന്നതെന്ന് സങ്കടപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നു. അവൾക്ക് പോകും വഴി വിശക്കുമ്പോ ബാഗിൽ നിന്ന് ഒരു ബണ്ണെടുത്ത് കഴിക്കാനായി അത് പൊട്ടിക്കുമ്പോഴേക്കും അത് കയ്യിൽ നിന്ന് വഴുതി ഇവള് നിന്നിരുന്ന പാലത്തിന്റെ അടിയിലേക്ക് വീഴുന്നു. അവള് പെട്ടെന്ന് ആ ഫ്ലോയില് അയ്യോ എന്റെ ബണ്ണ് പോയെന്നും പറഞ്ഞ് പാലത്തിന്റെ അങ്ങോട്ട് ആയുന്ന സമയത്ത് ഇവള് ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുകയാണെന്ന് കരുതി ഒരു വഴിപോക്കൻ പോലീസിനെ അറിയിക്കുന്നു. തുടർന്ന് പോലീസ് എത്തി ഇവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. ഇവള് ആത്മഹത്യ ചെയ്യാൻ നോക്കിയതൊന്നും അല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും അവര് കേൾക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്ന് അമ്മയും ചേട്ടനും ഇവിടെ എത്തുന്നു. ആദ്യം അമ്മ നീ എന്തിനാടി ആത്മഹത്യ ചെയ്യാൻ നോക്കിയതെന്ന് പറഞ്ഞ് അവളെ ഇട്ട് അടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇവള് അല്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നീ ആ പെണ്ണിനെ അടിച്ച ഒരു തെറ്റുമല്ല, അവള് നിന്നെ ചൊറിയാൻ വന്നു, നീ കയറി അങ്ങ് മാന്തി, അത്രല്ലേ ഉള്ളൂ എന്ന് അമ്മ പറയുമ്പോൾ അവളാര നിന്റെ വണ്ണത്തെ പറ്റി കമന്റ് അടിക്കാൻ? അവളല്ലല്ലോ നിനക്ക് ചോറിടുന്നത്, ഇനി അവള് നിന്നെ വല്ലതും പറഞ്ഞാ അവളെ ഞാൻ വെച്ചേക്കില്ല എന്ന് ചേട്ടനും ഇവളെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ ഇവള് വളരെയധികം ഇമോഷണൽ ആകുന്നു. തന്റെ കൂടെ തന്നെ മനസ്സിലാക്കി സപ്പോർട്ടീവായി നിൽക്കാൻ തനിക്ക് വീട്ടുകാരുണ്ടല്ലോ, അത് മതി എല്ലാ സങ്കടങ്ങളും മറക്കാനെന്ന് അവള് മനസ്സിൽ ഓർക്കുന്നു. അങ്ങനെ അവൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അവളുടെ ചേട്ടൻ ഒരുപാട് ചോക്ലേറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നിന്റെ ഒരു ചോക്ലേറ്റ് എടുത്തതിന് പകരമായി നിനക്കായിട്ട് ഇതാ 1000 ചോക്ലേറ്റ് എന്ന ഒരു കുറിപ്പുമുണ്ട്. അവളുടെ സങ്കടങ്ങൾ മറക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. ആ സമയത്ത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും വിളിച്ച് ഷോ ഇന്ന് ആ സംഭവം നടന്നപ്പോ ഞാൻ ക്ലാസ്സിൽ ഇല്ലാതെ പോയല്ലോ, ഞാനും കൂടി അവൾക്കിട്ട് 2 എണ്ണം കൊടുത്തേനെ എന്നെല്ലാം എങ്ങനെ വളരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോ താൻ
മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായിട്ട് മെലിയേണ്ട ആവശ്യമില്ല. താൻ എന്താണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് തന്റെ കൂടെ നിൽക്കാനായി 3 പേരുണ്ട്, അത് തന്നെ ധാരാളമെന്ന് മനസ്സിൽ കരുതി വളരെ ഹാപ്പി ആകുന്നു. അടുത്ത ദിവസം സ്കൂളിലെത്തുന്ന എങ്ങനെ ചോയ് വന്നു കണ്ട് സംസാരിക്കുമ്പോൾ കൂടുതൽ ആക്ടിംഗ് ഒന്നും വേണ്ട, എന്നെ പറ്റി നിങ്ങളുടെ ഉള്ളിലുള്ള ധാരണ നിങ്ങൾ മായയോട് വെളിപ്പെടുത്തുന്നത് ഞാൻ കേട്ടിരുന്നു, അതുകൊണ്ട് സംസാരിക്കാൻ വരണ്ട എന്ന് എങ്ങ് പറയുമ്പോൾ അയ്യോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ അവളോട് പറഞ്ഞത് മുഴുവൻ നീ കേട്ടില്ല എന്ന് തോന്നുന്നു. സത്യത്തിൽ ആദ്യം നിന്നോട് ഞാൻ കൂട്ടുകൂടിയത് ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണെങ്കിലും പിന്നീട് നിന്നിൽ ഞാൻ വളരെ നല്ലൊരു ഫ്രണ്ടിനെയാണ് കണ്ടത്. എനിക്ക് നല്ല ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഇതുവരെ ആരുടെയും മുന്നിൽ എന്റെ മനസ്സ് തുറന്നിട്ടില്ല, പക്ഷെ നീ എനിക്ക് വളരെ സ്പെഷ്യൽ ആയ ഒരു ഫ്രണ്ട് ആണെന്നെല്ലാം അവൻ പറയുമ്പോൾ അവൻ വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആദ്യം കാര്യം കാണാൻ വേണ്ടി തന്റെ അടുത്തേക്ക് വന്ന ഇവൻ പിന്നീട് തന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്ന അവളും ഇവൻ ഫ്രണ്ടായിട്ട് കാണണമെന്ന ആ ഒരു ആവശ്യം പറയുമ്പോൾ പിണക്കങ്ങൾ മറന്ന് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഡാൻസ് പ്രോഗ്രാമിൽ ഇവർ ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് നമ്മൾ വ്യൂവേഴ്സിനോടായി പറയുന്നത് ഇതൊരു പക്ഷേ ഹാപ്പി എൻഡിംഗ് ആയി നിങ്ങൾക്ക് തോന്നില്ലായിരിക്കാം, പക്ഷേ ഇത് സത്യത്തിൽ എന്റെ ഹാപ്പി എൻഡിംഗ് ആണ്. ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ ഞാനും ചോയും ഫ്രണ്ട്സ് ആണെങ്കിലും ഞങ്ങൾക്കിടയിൽ ഒരു റിലേഷൻ ഉണ്ടായി കൂടില്ല എന്നുണ്ടോ? അധികം വൈകാതെ അത് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ കണ്ണിലും ഇതൊരു ഹാപ്പി എൻഡിംഗ് ആവില്ലേ? അല്ലെങ്കിലും ഇത് ഹാപ്പി എൻഡിംഗ് തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവൾ ചോയുടെ കൂടെ വളരെ സന്തോഷത്തോടെ അവളുടെ വണ്ണത്തെ പറ്റിയോ മറ്റുള്ളവരുടെ കളിയാക്കലുകളെ പറ്റിയോ യാതൊരു അലട്ടലുമില്ലാതെ ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കും കൂടി നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.